Welcome to all. Our next topic of Excel, MS Excel. MS Excelൻ്റെ സെക്കൻഡ് വീഡിയോ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സ്പ്രെഡ്ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു സാമ്പിൾ വർക്ക്ഷീറ്റ് ടൈപ്പ് ചെയ്യുന്നതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ആൾ അവർ ക്ലാസ്. ഹായ്, ഞാൻ എക്സലിൻ്റെ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ എക്സൽ ഷീറ്റ് സ്പ്രെഡ്ഷീറ്റ് ഓണായി. നമുക്ക് പറയും പോലെ വന്ന് നിൽക്കുന്ന ബുക്ക് 1 എന്നാണ്, മൈക്രോസോഫ്റ്റ് എക്സൽ ബുക്ക് 1 എന്നുള്ള സ്പ്രെഡ്ഷീറ്റാണ് നമുക്ക് വന്നത്. ഇവിടെ നമുക്ക് ഒരു ഷീറ്റ് ടൈപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ റിപ്പോർട്ട് എടുക്കുകയാണ്. നമ്മളിപ്പോൾ SLCയുടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡിവിഷനിലെ സ്റ്റുഡൻസിൻ്റെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും അതിൻ്റെ ജെൻഡറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നൊരു സാമ്പിൾ ഷീറ്റ് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെറുതെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വിട്ട് കൂട്ടിയോ ഒന്നും ഞാൻ ചെയ്ത് ആദ്യമേ വെക്കുന്നില്ല, ജസ്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കുറിച്ച് നെയിം ഓഫ് സ്റ്റുഡൻസ്, റോൾ നമ്പർ, ജെൻഡർ, അപ്പോൾ ഡിവിഷൻ, അതൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് ഒരു ഷീറ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ലുക്ക് ഹിയർ. ഞാനിവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിന് ഒന്നും കൊടുത്തില്ല. നെയിം ഓഫ്നെ ഇവിടെ വന്നുള്ളൂ. ഞാൻ നെയിം ഓഫ് സ്റ്റുഡൻ്റ് എന്നാണ് ടൈപ്പ് ചെയ്തത്. റോൾ നമ്പർ നടിച്ചു രണ്ടാമത്തെ സെല്ലിൽ. അടുത്ത കോളത്തിൽ ഞാൻ ഡിവിഷൻ കൊടുത്തു. അടുത്ത കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നടിച്ചു, DOB. അടുത്ത കോളത്തിൽ ജെൻഡർ കൊടുത്ത്, അടുത്ത കോളത്തിൽ ടോട്ടൽ മാർക്സ് എന്നടിച്ചത് G വരെ വന്ന് കിടക്കുകയാണ്. ഞാൻ ഒന്നും കോളം വിട്ട് കൂട്ടിയോ ഒന്നുമില്ല, അതാത് സെല്ലിൽ വെച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നെയിം ഓഫ് സ്റ്റുഡൻസ് എന്നാണ് ഞാനിവിടെ അടിച്ചത്. ഇപ്പോൾ നെയിം ഓഫ് മാത്രമേ ഡിസ്പ്ലേ ഉള്ളൂ. ജസ്റ്റ് സെക്കൻഡ് വെച്ച് റോൾ നമ്പർ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് കുട്ടികളുടെ പേര് ഇവിടെ സ്റ്റുഡൻസ് നെയിം അടിച്ചു. കുറച്ചൊക്കെ ക്ലിയർ അല്ല കണ്ട. അപ്പം ഞാൻ നെക്സ്റ്റ് കോളത്തിൽ വെച്ച് റോൾ നമ്പർ അടിച്ചു, നെക്സ്റ്റ് കോളത്തിൽ വെച്ച് ഡിവിഷൻ അടിച്ചു, നെക്സ്റ്റ് കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നെയിം ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള ഇല്ല. അപ്പോൾ കോളം വിട്ട് Aയുടെ ഫ്രെയിമിൽ വെച്ച് ആരോ മാർക്ക് വന്നുണ്ടോ, ആ പ്ലസ് ആരോ, രണ്ട് സൈഡ് ആരോയുണ്ട്, ടോപ്പ് ബോട്ടം ലൈന് ആരോ ഇല്ല, ശ്രദ്ധിക്കുക. അത് ക്ലിക്ക് ചെയ്ത് ഇപ്പം അതിൻ്റെ വിട്ടാണ് കാണിക്കുന്ന. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഞാൻ കൊണ്ടുവരികയാണ്. നമുക്ക് എത്ര വിട്ട് വേണോ അത്രയും. സ്റ്റുഡൻസ് ഫുള്ളായില്ല, വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നെയിം ഓഫ് സ്റ്റുഡൻസ്, അപ്പോൾ കുട്ടികളുടെ പേരും കൂടെ വരുമ്പോൾ ഇത്രയോളം കോളം വേണം. ഇനി വരെ ആ കുട്ടികളുടെ പേരടിക്കുമ്പോൾ നീളം കൂടുമല്ലോ, ലെന്ത് കൂടും. അപ്പോൾ ഞാൻ ഇത്രയും അതിലിട്ടു. നെക്സ്റ്റ് 1 റോൾ നമ്പർ, അതിൻ്റെ അല്പം കൂട്ടി കൊടുത്തു. അടുത്തതോ ഡിവിഷൻ ഇത്രയും മതി. പക്ഷേ അത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് കൊണ്ട് ക്യാരക്ടർ ഡേറ്റ ആയതുകൊണ്ട് ന്യൂമറിക്കൽ ഡേറ്റ കണ്ടോ, റോൾ നമ്പർ ന്യൂമറൽ ഡേറ്റ ആയിട്ട് അടിച്ചുകൊണ്ട് അത് അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ അലൈൻ ചെയ്ത് കിടക്കുന്നു. ഡിവിഷൻ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കങ്ങ് സെൻട്രലൈസ്ഡ് ചെയ്യാം. അതിനെ ടൈപ്പ് ചെയ്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് സെൽ അലൈൻമെൻ്റ് ഉണ്ട്. ഇവിടെ സെൻട്രലോട്ട് മാറ്റി ഞാൻ സെൽ അലൈൻമെൻറ്റ് സെൻട്രലിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് സെൻറ്റർ ആയപ്പോൾ നമുക്ക് സ്പേസ് കിട്ടി. ന്യൂമറിക്കൽ ഡേറ്റ സെല്ലിൻ്റെ റൈറ്റ് എഡ്ജിലേക്ക് നിന്നാണ് തുടങ്ങുന്നത്. റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വരുന്നത്. ഇനി ഡേറ്റ് ഓഫ് ബർത്താണ്. ഡേറ്റ് ഓഫ് ബർത്തിന് നമുക്ക് കുറച്ച് സ്പേസ് കൂട്ടി കൊടുക്കാം. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് അതും ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് വരുന്നത്, റൈറ്റ് അലൈൻമെൻ്റ് ആണ് വരുന്നത്. ഇങ്ങോട്ട് വരും അല്ലേ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കുറച്ചേ അടിച്ചുള്ളൂ, ബാക്കി നമുക്ക് അടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഞാൻ സെൻറ്ററായിട്ട് അലൈൻ ചെയ്തു. കണ്ടോ, ലെഫ്റ്റ് ആക്കാം, സെൻറ്റർ ആക്കാം, റൈറ്റ് അലൈൻമെൻ്റ് ആക്കാം. ഓട്ടോമാറ്റിക് ഡേറ്റ അലൈൻ ചെയ്ത് വരും. ഞാനിപ്പോൾ അതിനെ സെൻറ്ററാക്കി. ജെൻഡർ എന്ന കോളം അതും നമുക്ക് ആവശ്യാനുസരണം മാറ്റി. അത് മെയിലെന്നടിച്ചു. ഞാനിപ്പോൾ ഇവിടെ മെയിലെന്നടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് കോപ്പി ചെയ്യുക ചെയ്തത്. ഇങ്ങനെ അങ്ങ് കോപ്പി ചെയ്തപ്പോൾ എല്ലാവർക്കും മെയിലെന്ന് വന്നു. ഇനി എനിക്ക് പേര് വായിച്ച് നോക്കിയിട്ട് ഞാനങ്ങ് അടിച്ചു വെച്ചു. സിനി VP മെയിലല്ലല്ലോ, ഫീമെയിൽ അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വെച്ചിട്ട് ഇവിടെ FE എന്ന് ചേർത്തു. ഫീമെയിലായാലും എഡിറ്റ് ചെയ്തുണ്ടോ. അടുത്തത് സിന്ധു R മെയിലല്ല, ഫീമെയിലാണ്. ഞാനവിടെ വെച്ച് FE എന്നടിച്ചു, ഫീമെയിലായി. അടുത്ത കണ്ണൻ മേനോൻ സുബിത R ഫീമെയിലാണ്. തിരുത്തുമ്പോൾ ആരുടെ മെയിലും ഫീമെയിലും വിട്ടുപോകാതെ എഡിറ്റ് ചെയ്യാം. ഫീമെയിലാണ്. പിന്നെ രേഖ BN ഫീമെയിലാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ, ഈ ഫീമെയിലാണല്ലോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ എന്ത് ചെയ്യാം, ഒരു കോപ്പി എടുത്ത് വെക്കുക. ഇങ്ങനെ ഞാൻ കൊടുത്തൊരു കോപ്പി കൊടുത്ത് ആ സെല്ലിൽ വെച്ച് റൈറ്റ് ബട്ടൺ മൗസ് ക്ലിക്ക് ചെയ്ത് കോപ്പി എന്ന് കൊടുത്തു. ഇനി കൃഷാർ ധന്യാറിൻ്റെ സെല്ല് ഇതല്ലേ, ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, നമുക്കങ്ങ് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഫീമെയിലായി. ഇനി ആരാ, സുമയും ഫീമെയിലാണല്ലോ, അവിടെ വെച്ച് ഞാനങ്ങ് പേസ്റ്റ് ചെയ്തു. പിന്നെ അടുത്ത ആൾ മെയിലാണ്.
അപ്പം നമുക്ക് ഇങ്ങനെ എല്ലാം എഡിറ്റ് ചെയ്യാനില്ല. ഒന്ന് ഞാൻ കോപ്പി എടുത്തിട്ട് താഴോട്ട് സ്റ്റുഡൻസുള്ള ഫുള്ള് ഫീമെയിൽ എന്നടിച്ചങ്ങ് എടുത്ത് ഒരു ഫീമെയിൽ അടിച്ച് അതിൻ്റെ കോപ്പി എടുത്തിട്ട് എല്ലായിടവും തിരുത്തി പോവുക. പേര് വായിച്ച് നമ്മൾ തിരുത്തി പോവുക. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുകയാണ്. ഇവിടെ MMDDYY ഒന്നുമല്ല, ഡേറ്റ് ബേസ് ആണ് കിടക്കുന്നത്. ഞാൻ ഡേറ്റ് അടിക്കുകയാണ്. 24/5/2007 കുട്ടിയാണ്. അത് അങ്ങനെ അടിച്ചു. അതിപ്പോൾ നമുക്ക് നേരത്തെ നമ്മളിതെന്ത് സെൻറ്ററായിട്ട് അലൈൻ ചെയ്തു. അപ്പോൾ ഇനി അടിക്കുന്നത് അലൈൻമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ആ സൈഡിൽ തന്നെയാണ്. 15 മന്തില്ല, ഇങ്ങനെയാണ് പറയുക. അലൈൻമെൻറ്റ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ അതിനെയും കൂടെ നമുക്ക് അലൈൻ ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് അവരെയും കൂടെ അടിച്ചു കൊടുത്തു, നമ്മൾ സെൻറ്ററിലേക്ക് ആക്കി. ഓക്കെ, അപ്പം മെയിൽ ഫീമെയിൽ എഡിറ്റ് ചെയ്താണല്ലോ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റി. ഇനി ടോട്ടൽ മാർക്സ് വെറുതെ ഞാനങ്ങ് മാർക്സ് എന്ന് അടിച്ചു വെച്ചിരിക്കുകയാണ്. ടോട്ടൽ മാർക്സ് എന്ന് കൊടുത്തത് അത് നമുക്ക് സെല്ലിൻ്റെ കണ്ടൻസിൻ്റെയും ഇങ്ങോട്ട് ഇത്രയും എടുത്ത് വേണം. അപ്പോൾ അത്രയും കൊടുത്തു. ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ടോ, സൈഡിലേക്ക് അലൈൻ ചെയ്ത് പോകുന്നു. സെൻറ്റർ ആക്കണമെന്നെങ്കിൽ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അതൂടെ സെൻറ്ററാക്കി കൊടുത്തു. സെൻറ്ററായില്ലേ? ഇപ്പം ഇങ്ങനെയല്ല ആക്ച്വലി നമുക്കൊരു മാർക്ക് ഷീറ്റ് തയ്യാറാക്കണം. അപ്പോൾ ഡിവിഷനൊന്നും പ്രത്യേകിച്ച് തരം വെച്ചില്ല, ചുമ്മാ അങ്ങ് അടിച്ചു പോകുക നമ്മളെല്ലാ കുട്ടികളെ. അപ്പോൾ ഇങ്ങനെ അടിച്ചപ്പോൾ ഈ ടോട്ടൽ മാർക്സിൻ്റെ ഇടയ്ക്ക് സബ്ജക്റ്റുകളുടെ മാർക്ക് വേണമല്ലോ, നമ്മൾ ഇത്രയും അടിച്ചോളൂ അത്യാവശ്യം നമുക്കൊരു ഷീറ്റ് അടിക്കാൻ വേണ്ടി. ഇനി നിങ്ങൾക്ക് ഈ ടോട്ടൽ മാർക്സ് കുറച്ച് സബ്ജക്റ്റുകളുടെ മാർക്ക് കൂടി വന്നതിന് ശേഷം മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ മലയാളം ഒന്ന് കൊടുക്കുന്നു, ഇവിടെ ഇംഗ്ലീഷ് ഒന്ന് കൊടുക്കുന്നു, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സോഷ്യൽ, അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും പേര് ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, അങ്ങനെ SLC സ്റ്റുഡൻസ് ആണ് നമ്മളുടെ എക്സാമിലോട്ട് പറയുന്നത്. അപ്പോൾ അവരെ മാർക്ക് സബ്ജക്റ്റ് എല്ലാം അടിക്കണം. നമ്മളിവിടെ ടോട്ടൽ മാർക്കെന്ന് അടിച്ചും പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിനി ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റി, ഇതിനെ പൊക്കിയെടുത്ത് എത്ര റോ കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടോ, ടോട്ടൽ മാർക്കോട് കൂടി സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ എണ്ണം അടിക്കണമല്ലോ, ഇൻസേർട്ട് ചെയ്യുന്നതിന് പറഞ്ഞ് ഞാൻ പൊക്കിയെടുത്ത് അങ്ങോട്ട് വെച്ചു. എന്താ അത് ദേ ഇവിടേക്ക് വന്നു. കട്ട് അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തെടുത്ത് അവിടെ കൊണ്ടുവച്ചു. ഇനി എനിക്കിവിടെ മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ഇങ്ങനെ മാത്സ് 1, മാത്സ് 2, അപ്പോൾ ഫസ്റ്റ് മലയാളത്തിൻ്റെ 1, 2 ഇങ്ങനെ കൊടുത്താൽ എനിക്ക് താഴോട്ട് മാർക്ക് അടിച്ചൂടെ? അത് കഴിഞ്ഞ് നമ്മളിത് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഒരു കോളോ 2 കോളോ വേണമെന്ന് തോന്നിയാൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കോളം കൊടുക്കാം. അപ്പോൾ 2 കോളം കൂടി ഇൻസേർട്ട് ആയപ്പോൾ നമ്മുടെ ടോട്ടൽ മാർക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി. മനസ്സിലായി? 2 രീതിയാണ്. ഞാൻ ഇടയ്ക്കൊന്നും വേറെ ഇല്ല, ലാസ്റ്റ് കോൾ ആയതുകൊണ്ട് പൊക്കിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ട് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇംഗ്ലീഷ് മലയാളം ഒക്കെ എൻ്റർ ചെയ്യാം. അപ്പോൾ ടൈം കുറേ ഫാസ്റ്റായി പോകുന്നു. ജസ്റ്റ് ഇത്രയും ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് ഇതേ ഷീറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടരാം. ഓക്കെ, ബൈ. അപ്പം നമ്മൾ എന്തേ ഉള്ളൂ, ജസ്റ്റ് ടൈപ്പിങ്ങും അതിനകത്ത് ഈ ഒരു മോഡിഫിക്കേഷനും.